രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി പെൺകുട്ടിയുടെ നിർണായക മൊഴി. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചത് എന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്തെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, നിർണായക മൊഴിയുണ്ട്, അത് രാഹുലിന് കൂടുതൽ കുരുക്കാക്കുന്നതാണ്. ഒപ്പം ഈ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും കഴിയുന്നുണ്ട്. MLA ഇപ്പോൾ എവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരയുടെ മൊഴിയും ഒപ്പം തന്നെ രാഹുലിന്റെ തന്നെ ജാമ്യാപേക്ഷയിലെ ചില വാദങ്ങളും രാഹുലിന് തന്നെ കുരുക്കാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായി പെൺകുട്ടി നൽകിയിരിക്കുന്നത് ഈ ഗർഭധാരണവുമായി സംബന്ധിച്ചുള്ളതാണ്. ഡിവോഴ്സ് ആയതിനാൽ തന്നെ വിവാഹത്തിന് വീട്ടിൽ സമ്മതിക്കില്ല, എന്നാൽ കുട്ടിയുണ്ട് എന്നറിഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കും. അതുകൊണ്ടാണ് ഗർഭം ധരിച്ചത് എന്നുള്ളൊരു നിർണായകമായ മൊഴിയാണ് ഇര നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവാഹബന്ധം അധിക നാൾ നീണ്ടിരുന്നില്ല, 4 ദിവസം മാത്രമായിരുന്നു നീണ്ടിരുന്നത്. അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദത്തിലേക്ക് വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിലും ഇത്രയും കാലം രാഹുൽ പരസ്യമായി സമ്മതിക്കാത്ത പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. ആ ശബ്ദരേഖയിലുള്ളത് തന്റെ തന്നെ ശബ്ദമാണ് എന്ന് രാഹുൽ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുലിന്റെ അനുയായികളും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വിവാഹം കഴിച്ചു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി രാഹുലുമായി സൗഹൃദത്തിലായി എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നിഷേധിക്കുന്ന ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞു എന്ന് തനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നു. ഗർഭഛിദ്രത്തിന് വിധേയയായി എന്നും രാഹുൽ പറയുന്നുണ്ട്. അതിനർത്ഥം രാഹുൽ അക്കാര്യമൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം മറച്ചുവെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതിക്ക് മുൻപിൽ തന്നെ രേഖയായി തന്നെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അതിനിടയിലാണ് കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലും മറ്റും വക്കാലത്ത് ഒപ്പിടാനായി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള പരമാവധി ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട്. നിലവിൽ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ഒളിവിലേക്ക് പോയതാണ്. എന്തായാലും ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.